ലോകം യുദ്ധമുഖത്ത്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. മെറിൻ, എല്ലായ്പ്പോഴും യുദ്ധത്തിന്റെ ഏറ്റവും മോശം വശം അനുഭവിക്കേണ്ടി വരിക സ്ത്രീകളും കുട്ടികളുമാണെന്ന് പറയാറുണ്ട്. അതിനെ ശരിവെക്കുന്ന തരത്തിൽ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണം, അവിടെ ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ ഒക്കെ വരുന്നു. അതിന് പിന്നാലെ മറ്റു ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ എന്തൊക്കെയാണ് ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട? അസിത, പശ്ചിമേഷ്യ യുദ്ധക്കളമായിരിക്കുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക നീക്കമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഓപ്പറേഷൻ ലയൺ സ്റ്റോർ എന്ന പേരിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെങ്കിൽ അമേരിക്ക അതിന് നൽകിയിരിക്കുന്ന പേര് എപ്പിക് ഫ്യൂറി എന്നാണ്. അത്രത്തോളം ഉഗ്രകോപം എന്ന് തന്നെയാണ് അമേരിക്ക അതിന് നൽകിയിരിക്കുന്ന പേര്. ഈ ഒരു ആക്രമണത്തിന് തുടർന്നാണ് ഇപ്പോൾ പശ്ചിമേഷ്യ യുദ്ധക്കളമായിരിക്കുന്നത്. അതിനു പിന്നാലെ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തിരിച്ചടിച്ചു കഴിഞ്ഞു. ഇറാൻ അമേരിക്കയുടെ ഗൾഫ് മേഖലകളിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണം. മാത്രമല്ല, ഇറാൻ ലക്ഷ്യമിടുന്നത് ഇസ്രായേലിനെയും കൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ മിനാബിലെ സ്കൂളിൽ 40 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്, അവിടെയാണ് ഈ ഒരു ആക്രമണം നടന്നത്. ഈ മിനാബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറാന്റെ സൈന്യമായിട്ടുള്ള IRGCയുടെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ മിനാബിലാണ്. അവിടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ മരണസംഖ്യ 40 ആയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ആക്രമണമെല്ലാം ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റിനെയുമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ആക്രമണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തുവിട്ട വീഡിയോയിൽ, അത് 8 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്, അതിൽ ഭരണമാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതിന് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ. ആയത്തുള്ള ഖമനയുടെ കൊട്ടാരത്തിന് നേരെ ആക്രമണമുണ്ടായി. ആ ഒരു കൊട്ടാരം പൂർണ്ണമായും തകർന്നെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും സംയുക്ത സൈനിക നീക്കത്തിലൂടെ പശ്ചിമേഷ്യ യുദ്ധക്കളമായിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അത് ഗൾഫ് രാജ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പ്രസ്താവന ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അമേരിക്കയോ ഇസ്രായേലോ നിങ്ങൾ സഹായിക്കരുത്. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഒരിക്കലും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കരുതെന്നുകൊണ്ട് ഗൾഫ് മേഖലയെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ശരി മെറിൻ, എന്തായാലും ഒരുപാട് പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇറാന്റെ സമ്പൂർണ്ണമായ നശീകരണം, അതാണ് ലക്ഷ്യമെന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ യുദ്ധം ഇതിനോടകം തന്നെ ലോകരാഷ്ട്രങ്ങളെയും വലിയ നിലയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതാ ഗൾഫ് മേഖലകളെയൊക്കെ വലിയ നിലയിൽ അരക്ഷിതാവസ്ഥയിലേക്ക് അവിടങ്ങളിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ പ്രകാരം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അൽ മക്തൂം എന്നിവ അടച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. റഹീസ്, യുദ്ധം ഏറ്റവും ആദ്യം ബാധിച്ചത് ഗൾഫ് മേഖലകളെ തന്നെയാണ്. വലിയ നിലയിലുള്ള ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഈ രാഷ്ട്രങ്ങളല്ലേ? അഷിത, തീർച്ചയായും ഈ ഘട്ടത്തിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ ഉച്ചയോടുകൂടി തന്നെ UAE വ്യോമാതിർത്തി അടച്ചിരുന്നു. അതിന് പിന്നാലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി ബാധിച്ചു. അത് വൈകിട്ടോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും അത് ബാധിക്കുന്ന തരത്തിലേക്ക് എത്തി. ഇപ്പോൾ ദുബായിലെ 2 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ 2 വിമാനത്താവളങ്ങളിലെയും പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചതായിട്ടുള്ള അറിയിപ്പാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത്. അതായത്, ഈ 2 വിമാനത്താവളങ്ങളിൽ നിന്നും ഓരോ ഓപ്പറേഷൻസും ഉണ്ടാകില്ല. യാത്രക്കാർ ഒരു കാരണവശാലും വിമാനത്താവളങ്ങളിലേക്ക് എത്തരുത് എന്നുകൂടിയുള്ള അറിയിപ്പ് ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രവർത്തനമാകെ താളം തെറ്റിയിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 2 വിമാനത്താവളങ്ങളും
അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതായി അറിയിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് ദുബായിൽ നിന്നും ഉള്ള 2 വിമാനത്താവളവും ആ 2 വിമാനത്താവളത്തിലേക്കും നിലവിൽ ഒരു യാത്രക്കാരും പോകേണ്ടതില്ല എന്നുള്ള വിവരമാണ് ഈ മിനിറ്റിൽ ഏറ്റവും പുതുതായി വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഇറാൻ വക്താക്കളിൽ നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും ഈ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകരുത്, തങ്ങൾക്കെതിരായ ആക്രമണത്തിൽ അങ്ങനെ ഒരു പിന്തുണ നൽകുന്ന ഒരു നീക്കം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ UAE അവരുടെ നയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് തങ്ങൾക്കെതിരായ ആക്രമണത്തിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. തങ്ങളുടെ ആ ഒരു പരമാധികാരം ഏതു തരത്തിലുള്ള ചെറുത്തുനിൽപ്പിനും UAE തയ്യാറാണ് എന്ന് നേരത്തെ ഏതാണ്ട് സൗദി വ്യക്തമാക്കിയ അതേ ഭാഷയിൽ തന്നെ UAE വ്യക്തമാക്കുകയാണ്. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രത്യാക്രമണം ഇറാൻ കൂടി തുടങ്ങിയതോടെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അതിന് പിന്നാലെ ഗൾഫ് മേഖല വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നത് കാണുകയാണ്. ഇതിനെ തുടർന്നുകൂടിയാണ് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളൊക്കെയും അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് GCC രാഷ്ട്രങ്ങൾ എത്തുന്നത്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശം. സംഘർഷങ്ങൾക്ക് പിന്നാലെ മധ്യപൂർവേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. മലയാളികൾക്ക് വേണ്ടി നോർക്ക ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ സുരക്ഷിതയിടങ്ങളിൽ തുടരണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് KC വേണുഗോപാലും ET മുഹമ്മദ് ബഷീറും അടക്കമുള്ള MPമാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ എയർലൈൻ കമ്പനികൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരി, കരിപ്പൂർ, ഡൽഹി വിമാനത്താവളങ്ങളിൽ നിന്നടക്കമുള്ള എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ സർവീസുകളാണ് റദ്ദാക്കിയത്. പശ്ചിമേഷ്യയിലെ മലയാളികൾക്ക് വേണ്ടി നോർക്ക ഹെൽപ്പ് ലൈൻ നമ്പറും ആരംഭിച്ചിട്ടുണ്ട്. 24 ഡൽഹി. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ തിരുവനന്തപുരം, കരിപ്പൂർ വിമാനത്താവളങ്ങളിലടക്കം നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് 5 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അർജുൻ, ഈ സംഘർഷ സാധ്യത അത് ദിവസങ്ങളായി നീണ്ടു നിന്നതാണെങ്കിലും ആക്രമണം അത് പൊടുന്നനെ ഉണ്ടായതാണ്. അതിന് പിന്നാലെ വലിയ അരക്ഷിതാവസ്ഥ എല്ലാ മേഖലകളിലുമുണ്ട്. ഇപ്പോൾ പലയിടങ്ങളിലും വ്യാപകമായി വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ട്. യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന നിലയാണ് ഉണ്ടാകുന്നതല്ലേ? അസിത, എല്ലാ വിമാനത്താവളങ്ങളിലും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഡൽഹി വിമാനത്താവളം ഇതിന്റെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വരെയുള്ള ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ ബോർഡിൽ നിന്നും കാണിക്കാൻ വേണ്ടി സാധിക്കുക. ഈ ദോഹ, കുവൈത്ത്, ദുബായ്, അബുദാബി, റിയാദ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കുള്ള വിമാനം റദ്ദാക്കിയത് മൂലം തന്നെ പല യാത്രക്കാർ ഇപ്പോൾ UK-യിലേക്കും അതുപോലെ കാനഡയിലേക്കും അടക്കം മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന യാത്രക്കാർക്കടക്കം ഈ രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവർക്കിപ്പോൾ ഈ കണക്ഷൻ ഫ്ലൈറ്റ് റദ്ദാക്കിയത് കൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് അവർ പോകാൻ കരുതിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായാലും അതുപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങളിലേക്കായാലും തന്നെ ഇപ്പോൾ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിലവിൽ ഡൽഹി വിമാനത്താവളത്തിൽ നിൽക്കുകയാണെന്നുള്ള കാര്യം തന്നെ പറയാൻ സാധിക്കും. പലരും ഈ ഇൻഫർമേഷൻ ബോർഡ് നോക്കുന്നുണ്ട്, എപ്പോഴാണ് പോകാൻ സാധിക്കുക എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഉംറയ്ക്കടക്കം പോകാൻ ഇവിടെ ഡൽഹിയിലേക്ക് എത്തിയ ഒരു കുടുംബമടക്കം ഇപ്പോൾ പെരുവീഴിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. പലർക്കും മടങ്ങി പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. കാരണം ഈ ഇന്ത്യയിലെ തന്നെ മറ്റു പല നഗരങ്ങളിൽ നിന്നും വിമാനമാർഗം ഡൽഹിയിലേക്ക് എത്തി ഇവിടെ നിന്നും കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് ഈ രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നവരാണ്. ഇവരടക്കമാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ കുടുങ്ങിപ്പോയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണി വരെ വിമാനങ്ങൾ റദ്ദാക്കി എന്നുള്ള ഒരു വിശദീകരണമാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ സംഘർഷം ഇത്തരത്തിൽ തന്നെ വർദ്ധിച്ചു പോവുകയാണെങ്കിൽ വിമാനങ്ങൾ റദ്ദാക്കുന്നത് തുടരും. ആ തരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെയാണ് യാത്രക്കാർ എല്ലാവരും ഇവിടെയുള്ളത്. ശരി, ഡൽഹി വിമാനത്താവളത്തിലെ ദൃശ്യങ്ങളാണ് അരുൺ പീതാംബരൻ പങ്കുവയ്ക്കുന്നത്. യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന നിലയാണ് നിലവിലുള്ളത്. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കേണ്ടി വരുന്നു. വിപിൻ C. വിജയൻ കൊച്ചിയിലെ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിപിൻ, കൊച്ചിയിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നതല്ലേ?
അഷിത, നെടുമ്പാശ്ശേരിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കാരണം അത്രയേറെ ഒരു യാത്രക്കാർ ഇവിടെ എത്തുകയും അവരെ ആരോട് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായി നിൽക്കുകയും ചെയ്യുകയാണ്. കാരണം പലരുടെയും വിസയുടെ കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്, അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോഴാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിസന്ധി അവർക്ക് വന്നിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ മാത്രം ഏകദേശം 15ഓളം വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്ന് 10 മണിക്ക് കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് എയർവേസ് റദ്ദാക്കിയെന്നുള്ളതാണ് അവസാനത്തെ ഒരു അപ്ഡേഷൻ ഉള്ളത്. പുലർച്ചെ 2:45 കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട ജസീറ എയർവേസ് 9:35 അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ വിമാനം, 7:25 ഷാർജയിലേക്കുള്ള എയർ അറേബ്യ തുടങ്ങിയവ റദ്ദാക്കിയവയിൽ പെടുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു 10 വിമാനത്തോളം പിന്നെയും റദ്ദാക്കിയിരിക്കുന്നു. ഇപ്പോൾ വിമാനത്താവളത്തിനകത്തേക്ക്, ഡിപ്പാർച്ചറിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. കാരണം ഇതിനൊരു കൃത്യത ഈ വിമാന കമ്പനികൾക്കും ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. ക്യാൻസലേഷൻ എന്നുള്ള ബോർഡാണ് എല്ലായിടത്തും കാണാനുള്ളത്. അതിൽ ഷെഡ്യൂൾഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലത് രാത്രിയോടുകൂടി തന്നെ റദ്ദാക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിയാൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള എയർ കമ്പനികളുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തുക എന്നുള്ള നിർദ്ദേശം സിയാൽ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു സ്റ്റാറ്റസ് അറിഞ്ഞതിന് ശേഷം മാത്രം വരിക എന്നുള്ളതാണ്. പലരും ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിൽ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അഷിത, വിപിൻ സി വിജയനാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. GCC മേഖലകളിലേക്കടക്കം സംഘർഷം, യുദ്ധഭീതി വ്യാപിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കേണ്ട സാഹചര്യം ഉടലെടുത്തത്. ഇറാനെ പൂർണ്ണമായും ആണവമുക്തമാക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് അമേരിക്കയും ഇറാനും ആക്രമണം ആരംഭിച്ചത്. ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോയതോടെ കഴിഞ്ഞ വർഷം ജൂണിലും ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചിരുന്നു. 8 മാസത്തിനു ശേഷം മധ്യപൂർവേഷ്യ വീണ്ടും അശാന്തിയുടെ മുൾമുനയിലേക്ക് നീങ്ങുകയാണ്. 2025 ജൂൺ 12-നാണ് ഇറാനെതിരെ രാജ്യാന്തര ആണവ ഏജൻസി രംഗത്തെത്തിയത്. പിന്നാലെ അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. 2025 സെപ്റ്റംബറിൽ ഇറാനും രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയും തമ്മിൽ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കുവാനുള്ള കരാറിൽ എത്തിയെങ്കിലും കരാർ നടപ്പായില്ല. 2026 ജനുവരി 26-ന് അമേരിക്ക ഇറാനെതിരെ സൈനിക വിന്യാസം ആരംഭിച്ചു. ഫെബ്രുവരി 6-നും 17-നും 26-നും ആണവ ചർച്ചകൾ നടന്നെങ്കിലും വിജയിച്ചില്ല. വിയന്നയിൽ വെച്ച് അടുത്തഘട്ട ചർച്ച നടക്കുമെന്ന് ഒമാൻ അറിയിച്ചെങ്കിലും അമേരിക്ക ഇതിന് തയ്യാറായില്ല. പിന്നാലെ ഇന്ന് ഉച്ചയോടെ ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണം നടത്തി. തിരിച്ചടിയുമായി ഇറാനും രംഗത്തെത്തിയതോടെയാണ് മേഖല വീണ്ടും യുദ്ധഭീതിയിലായിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയെ CPIM സ്ഥാനാർത്ഥിയാക്കില്ലെന്നുറപ്പായി. മട്ടന്നൂർ അടക്കം ഉറച്ച ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 2 ടേം നിബന്ധന ബാധകമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ മാർച്ച് 5-ന് സംസ്ഥാന സമിതി ചേരും. ഇന്ന് രാവിലെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവും അതിനുള്ള പൊതു മാനദണ്ഡങ്ങളുമായിരുന്നു പ്രധാന ചർച്ച. ജില്ലകളിൽ ലഭിച്ച പട്ടിക അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച നടന്നത്. വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ 2 ടേം നിബന്ധന ബാധകമാക്കാനാണ് സെക്രട്ടേറിയറ്റ് തീരുമാനം. ഉറപ്പായിട്ടും ജയിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും 2 ടേം നിർബന്ധിക്കുന്നതിനോട് യാതൊരു കുഴപ്പമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പായി ജയിക്കുന്ന സ്ഥലത്തെല്ലാം 2 ടേം പാലിക്കും. തിരഞ്ഞെടുപ്പിൽ മുന്നണി നയിക്കുന്ന പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് വീണ്ടും മത്സരിക്കും. ജില്ലാ സെക്രട്ടറിമാർക്ക് മത്സരിക്കാൻ അനുവാദമില്ല. മത്സരരംഗത്തിറങ്ങുന്നവർ ചുമതല ഒഴിയണമെന്നാണ് നിർദ്ദേശം. മുൻമന്ത്രി G. സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. ഒരു പരിഗണനയില്ല. സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ച പട്ടിക ചർച്ച ചെയ്യാൻ നാളെയും മറ്റന്നാളുമായി എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളും ചേരും. 5-ന് ചേരുന്ന സംസ്ഥാന സമിതിയിലാകും തീരുമാനം. 24 തിരുവനന്തപുരം. സംഘപരിവാർ പ്രൊപ്പഗണ്ട ചിത്രം കേരള സ്റ്റോറി 2ാം ഭാഗത്തിന് തിയേറ്ററുകളിൽ തിരിച്ചടി. റിലീസ് ദിവസം കാണാൻ ആളില്ലാത്തതിനാൽ വിവിധ ജില്ലകളിലെ തിയേറ്ററുകളിൽ ഷോ റദ്ദാക്കി. പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് വിവിധ തിയേറ്ററുകളിൽ DYFI പ്രതിഷേധിച്ചു. കൊച്ചിയിൽ 12ഓളം തിയേറ്ററുകളിലാണ് ഷോ നിശ്ചയിച്ചിരുന്നത്. ന്യൂക്ലിയസ് മാളിലെ പാൻ സിനിമാസിൽ ഇന്നത്തെ ആദ്യത്തെ ഷോ ക്യാൻസൽ ചെയ്തു. പിന്നാലെ 12 മണിക്ക് ഷോ നിശ്ചയിച്ചിരുന്ന ഷെണൈസിലും പ്രദർശനം റദ്ദാക്കി. സിനിമ പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകൾക്ക് മുമ്പിലും ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ സിനിമയുടെ പ്രദർശനം നടന്ന ഏക തിയേറ്ററായ അനശ്വര തിയേറ്ററിൽ 25 പേർ മാത്രമാണ് സിനിമ കാണാനെത്തിയത്. ഇടവേളയിൽ തിയേറ്ററിനകത്തേക്ക് കയറിയ DYFI പ്രവർത്തകർ സിനിമ കാണുന്നവരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. തൃശൂർ ഒല്ലൂർ ഫൺ തിയേറ്ററിൽ സിനിമാ പോസ്റ്ററിൽ പ്രവർത്തകർ കരിയോയിലൊഴിച്ചു. പ്രതിഷേധങ്ങളിൽ സംവിധായകന്റെ പ്രതികരണം ഇങ്ങനെ: We have freedom of expression. What we have shown is truth. സിനിമ നിർമ്മിക്കാൻ സംവിധായകന് അവകാശമുണ്ടെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
ആന്ധ്രാപ്രദേശിൽ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം, 21 പേർ മരിച്ചു. നിരവധി പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. അപകടം കാക്കിനാട് ജില്ലയിലെ വെറ്റ്ലാംപാലം ഗ്രാമത്തിൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട ഭവനങ്ങൾ കൈമാറി. താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്ത വയനാട് MP പ്രിയങ്ക ഗാന്ധി. ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത് 51 വീടുകൾ. മുനമ്പം ഭൂമി കേസിൽ നിർണായക നീക്കവുമായി സംസ്ഥാന വഖഫ് ബോർഡ്. വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. മലങ്കര സഭയിൽ ഐക്യം വേണമെന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത ഓർത്തഡോക്സ് സഭ. യഥാർത്ഥ ഭാരതീയ സഭ മലങ്കര സഭയെന്ന് RSSനും BJPക്കും അറിയാമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാത്യൂസ് തൃതീയൻ കത്തോലിക്കാ ബാവ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.